അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയയിൽ തമ്പടിക്കാൻ ഒരു പ്രധാന കാരണം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, ഖുറൈശികൾ ദാറുൻ നദ്വയിൽ എന്ത് വില കൊടുത്തും മുഹമ്മദിനെയും സംഘത്തെയും തടയുക എന്ന് തീരുമാനിച്ചതോടുകൂടെ അതിനു വേണ്ടി വരുന്ന ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി അന്നത്തെ മക്കയിലെ യോദ്ധാക്കന്മാരുടെ നേതാവായിരുന്ന ഖാലിദ് ബിൻ വലീദും 200 ആൾക്കാരും ആയുധം അണിഞ്ഞ് പടച്ചട്ടയണിഞ്ഞ് തയ്യാറായിരുന്നു. അവർ പ്രധാന വഴിയിലൂടെയോ അല്ല മറ്റു വഴിയിലൂടെ ഒന്നും നോക്കിയില്ല. അവർ ഖുറാഉൽ ഗമീം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് തമ്പടിച്ചത്. അപ്പോൾ അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സൈന്യത്തെയും അവർ അല്ലെങ്കിൽ നബിയുടെ ഒപ്പമുണ്ടായിരുന്ന സഹാബിമാരെയും ഖാലിദ് ബിൻ വലീദും സംഘവും അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നബിക്ക് മനസ്സിലായി, മക്കക്കാർ സായുധപരമായി തന്നെ ആയുധം കൊണ്ട് തന്നെ വിഷയം തീരുമാനിക്കാനുള്ള ഒരു ചിന്തയിലായിരിക്കും എന്ന് മനസ്സിലായി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയയിൽ തന്നെ തങ്ങുകയായിരുന്നു. ഹുദൈബിയയിൽ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേങ്കിലും ചെറിയ ഒരു ജലാശയം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഹാബിമാർ അവിടെ തമ്പടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബിയോട് അവർ വന്ന് പറഞ്ഞു, നബിയെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ആകെ ഒരു കിണറേ ഉള്ളൂ, അതിലാണെങ്കിൽ വളരെ ചെറിയ വെള്ളം മാത്രമേ ഉള്ളൂ, അതായത് ഒപ്പിയെടുത്ത് ഉപയോഗിക്കാനുള്ള വെള്ളമേ ഉള്ളൂ, അതായത് കോരിയെടുക്കാനോ മുക്കിയെടുക്കാനോ ഒന്നുമുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് തൻ്റെ അമ്പിൻ കുറ്റിയിൽ നിന്നുള്ള ഒരു അമ്പെടുത്തുകൊണ്ട് അതിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കൊണ്ടുപോയി ആ അമ്പ് ആ കിണറ്റിലേക്ക് ഇട്ടു. അതോടുകൂടെ അതിൽ നല്ല ധാരയായ ഉറവ് വരാൻ തുടങ്ങി. അങ്ങനെ നബിയുടെ ഒരു വലിയ മുഅ്ജിസത്തായിരുന്നു, പ്രധാനപ്പെട്ട നബിയുടെ മുഅ്ജിസത്തുകളിൽ എണ്ണപ്പെടുന്ന ഒരു സംഭവം കൂടിയാണത്. അങ്ങനെ അവരവിടെ തമ്പടിച്ചു. അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് ഖാലിദ് ബിൻ വലീദും 200 പടയാളികളും. അങ്ങനെ സമയം ഉച്ചയായി. ശരിക്കും ഖാലിദ് ബിൻ വലീദ് ഇങ്ങനെ നോക്കിയാൽ കാണും നബിയുടെയും മുസ്ലിങ്ങളുടെയും തമ്പടിച്ച സ്ഥലം, അത്രയും അടുത്താണ്. അപ്പോൾ ളുഹർ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അവരെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയും നിസ്കരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ രംഗം ഖാലിദ് ബിൻ വലീദ് നേരെ നോക്കി. മുഹമ്മദ് നബി മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്നു, ബാക്കിയുള്ള സംഘത്തിലെ എല്ലാവരും പിന്നിലായി അണിയണിയായി നിൽക്കുന്നു. അവർ പിന്നെ റുകൂഇലേക്ക് പോകുന്നു, പിന്നെ സുജൂദിലേക്ക് പോകുന്നു. അങ്ങനെ ആ ദൂരെ നിന്ന് അപ്പോൾ അവിശ്വാസിയായിരുന്ന ഖാലിദ് വലീദ് അത് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവർ ഭൗതികമായ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച രൂപത്തിലാണ് ഇവരുടെ ഈ ആരാധന എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ആരാധനയിൽ റുകൂഉണ്ട്, സുജൂദുണ്ട്. ഈ രണ്ട് സമയത്തും അവർക്ക് പരിസരം തന്നെ അറിയാതെ പോകുന്ന പരിസരങ്ങളാണ്. അതായത് പരിസരത്ത് എന്താണ് സംഭവിക്കുന്നത്, ആരാണ് വരുന്നത്, ആരെങ്കിലും വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഖാലിദ് ബിൻ വലീദ് ഇത് കണ്ടിട്ട് തൻ്റെ സൈനികരോട് പറഞ്ഞു, നമുക്ക് ഇവരെ ഒറ്റയടിക്കങ്ങോട്ട് കശാപ്പ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം അവർ ഈ നിസ്കരിക്കുന്ന സമയമാണ് എന്ന് തോന്നുന്നു. ഒറ്റയടിക്ക് നമുക്കതാണ് തീർത്ത് കളയാം. പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതൊക്കെ യുദ്ധ മേഖലയിലുള്ള മുറകളാണ്, നിയമങ്ങളാണ്. അതൊക്കെ നമുക്ക് പിന്നെ മറ്റു പല രൂപത്തിലുമൊക്കെ അതിനെ മറികടക്കാം. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാർക്കും തോന്നി അത് ശരിയാണ് എന്ന്. പക്ഷേ അങ്ങനെ ഓല് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ശരിയാണ് എന്ന് കണ്ടെത്തുകയും അതിന് തയ്യാറാകുകയും ഒക്കെ ചെയ്യുമ്പോഴേക്ക് സമയം വൈകി, നിസ്കാരം കഴിഞ്ഞു. മുസ്ലിങ്ങളെല്ലാം നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അവരുടെ ആയുധങ്ങൾ കയ്യിലാക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ആയുധങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഈ യാത്രയിൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും കരുതിയിട്ടില്ല. അതായത് ഒരു യുദ്ധമുണ്ടായാൽ, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതിനെ മറികടക്കാൻ ആവശ്യമായ ആയുധങ്ങളൊന്നുമില്ല. പിന്നെ അറബികൾക്ക് അവരുടെ ഡ്രസ് കോഡിൻ്റെ ഭാഗമായിട്ട് ചില ആയുധങ്ങളുണ്ട്, അവരുടെ വേഷത്തിൻ്റെ ഭാഗമാണ്. അത് അവർ
യുദ്ധത്തിനാണെങ്കിലും അല്ല എങ്കിലും കല്യാണത്തിലാണെങ്കിലും ആഘോഷത്തിനാണെങ്കിലും ഒക്കെ അവർ ധരിക്കുന്ന ചില ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ മാത്രമാണ് അവരുടെ ഓരോരുത്തരുടെയും കരങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം ഇത് തീർച്ചയായിട്ടും തികച്ചും ഒരു തീർത്ഥയാത്രയാണ്. അപ്പോൾ ആ തീർത്ഥയാത്രക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതിയ ഒരു പുറപ്പെടലായിരുന്നു അവരുടെ പുറപ്പെടൽ. ഏതായിരുന്നാലും ഖാലിദ് ബിൻ വലീദും സംഘവും ഇവരുടെ അസർ നിസ്കാരം നടക്കുമ്പോൾ നമുക്ക് ചാടി വീഴാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച ആ സമയത്താണ്, അസറിന് വേണ്ടി കാത്തുനിന്നു. അങ്ങനെ അസറിൻ്റെ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചുണ്ടിലും മനസ്സിലും മാത്രം ഉണ്ടായിരുന്ന ആ ചർച്ചയുടെ ചൂട് അറിഞ്ഞത്. അള്ളാഹു എന്ത് ചെയ്തെന്ന് അറിയാം? സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആ അസർ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് സലാത്തുൽ ഖൗഫ് എന്ന നിയമം ഇറക്കി. അതിൻ്റെ സൂക്തവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ശത്രു നിങ്ങളുടെ മുമ്പിലാകുമ്പോൾ നിങ്ങളെല്ലാവരും ഒപ്പം സുജൂദ് ചെയ്യരുത്, ഒപ്പം റുക്കൂ ചെയ്യരുത്. അതായിരുന്നു അതിൻ്റെ അർത്ഥം. നിസ്കാരത്തിലാകുമ്പോൾ ശത്രുവിൻ്റെ ശത്രുത മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ച് മതിമറന്ന് പോകരുത്. അതായിരുന്നു അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവർ അസർ നമസ്കരിക്കുന്നതും ആ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്നതുമെല്ലാം വെറുതെയായി ഖാലിദ് ബിൻ വലീദിനും കൂട്ടക്കാർക്കും. അസർ നമസ്കാരം പിന്നെ നടന്നത് ഇങ്ങനെയാണ്. ആ കാഴ്ച അവർ കണ്ടു. അതായത് റുക്കൂ ചെയ്യുമ്പോൾ എല്ലാവരും ഒപ്പം റുക്കോയിലേക്ക് പോകുന്നില്ല, സുജൂദ് ചെയ്യുമ്പോൾ എല്ലാവരും ഒപ്പം സുജൂദിലേക്ക് പോകുന്നില്ല. പിന്നെ എപ്പോഴും ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ അവരുടെ സാധാരണ ആയുധങ്ങളാണെങ്കിലും ആ ആയുധം കൂടെയുണ്ട് താനും. അതാണ് സലാത്തുൽ ഖൗഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ സലാത്തുൽ ഖൗഫ് നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ശത്രുക്കൾ അടുത്തന്നെ ഉണ്ടല്ലോ, ഒരു വെളിപ്പാട് അടുത്ത് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും ഹുദൈബിയയിൽ തമ്പടിച്ച സമയത്ത് അവിടേക്കൊരാൾ വന്നു. ബുദൈൽ ബിൻ വർഖ എന്നാണ് അയാളുടെ പേര്. അയാൾ ബനു ഖുസാഅക്കാരനാണ്. ഈ ബനു ഖുസാഅക്കാർക്ക് നബിയോട് പണ്ടേ ഒരു താല്പര്യമാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് ആ സമയത്ത് എത്തിയിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും അദ്ദേഹം ഇസ്ലാമിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് നബിയോട് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾക്കിടയിൽ ഇങ്ങനെയെല്ലാം യുദ്ധങ്ങൾ ഉണ്ടായതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നേരെ ചൊവ്വേ സുഖകരമായി മക്കായിലേക്ക് പോകാൻ നിങ്ങളെ അവർ അനുവദിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും വളരെ പരിഭാവനമായി കരുതുന്ന മക്ക ഒരു യുദ്ധക്കളമായി മാറും, അത് വല്ലാത്തൊരു സങ്കടകരമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബുദൈൽ, ഞങ്ങൾ വന്നതൊരിക്കലും യുദ്ധത്തിനല്ല. കണ്ടില്ലേ, ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള ആയുധങ്ങളില്ല, അതിനു മാത്രം ആളുമില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലധികം ഇതിൻ്റെ ഇരട്ടി ആൾക്കാരെ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ഞങ്ങൾ അതിനൊന്നുമല്ല വന്നിരിക്കുന്നത്. കഅബാലയത്തിങ്കൽ പോവുക, തവാഫ് ചെയ്യുക, സഈ ചെയ്യുക, തിരിച്ചു പോവുക, ഇത്രയേ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് ബുദൈൽ, ബനു ഖുസാഅക്കാരൻ എന്ന നിലക്ക് നിങ്ങൾ ഞങ്ങളോട് ബന്ധമുള്ള ആളല്ലോ, നിങ്ങൾ പോയിട്ട് ഖുറൈശികളോട് ആ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. ബുദൈൽ പറഞ്ഞു, ഞാൻ പറയാം. ബുദൈൽ നേരെ മക്കായിലേക്ക് നടന്നു, ദാർ നദ്വായിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.